ഈ സിനിമ റീസെൻസർ ചെയ്യേണ്ട കാര്യമുണ്ടോ എന്ന് ചോദിച്ചാൽ ഞാൻ ഒരിക്കലും ഇല്ല എന്നുള്ളതാണ് പറയുക. എന്താണ് കേരളത്തിലെ ഇപ്പോഴത്തെ അവസ്ഥ എന്ന് പറയുന്നത്? ഒരു സിനിമ ആ സംവിധായകൻ്റെ മനസ്സിൽ വരുന്ന ആശയമാണ്. ആ ആശയം അല്ലെങ്കിൽ എഴുത്തുകാരൻ്റെ മനസ്സിൽ വരുന്ന ആശയമാണ്. അദ്ദേഹം അതൊരു ക്യാൻവാസിലേക്ക് പകർത്തുകയാണ് സിനിമകളിലൂടെ ചെയ്യുന്നത്. പക്ഷേ ഇവിടെ എന്താണ് സംഭവിക്കുന്നത്? ഇവിടെ രാഷ്ട്രീയം സിനിമയിലേക്ക് കലർത്താൻ ശ്രമിച്ചു കഴിഞ്ഞാൽ അത് വലിയ രീതിയിലുള്ള പ്രത്യാഘാത ഉണ്ടാകും. ഞാനിതൊരിക്കലും പൃഥ്വിരാജിൻ്റെ ഭാഗത്തു നിന്നോ അല്ലെങ്കിൽ മോഹൻലാലിൻ്റെ ഭാഗത്തു നിന്നോ അല്ലെങ്കിൽ ഇതിൻ്റെ പ്രൊഡ്യൂസർമാരുടെ ഭാഗത്തു നിന്നോ ഇതിലേക്ക് രാഷ്ട്രീയം കലർത്താൻ ശ്രമിച്ചു എന്ന് വിശ്വസിക്കുന്ന ആളല്ല. കാരണം എന്താണ്? അവരുടെ മനസ്സിലുള്ള ഒരാശയത്തെ അവർ സിനിമയായി പ്രഖ്യാപിക്കുന്നു അല്ലെങ്കിൽ അത് കാണിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ അത് കാണുന്ന ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം എന്താ? അത് കാണുന്ന ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം അത് നല്ല സിനിമയാണ്, അത് നല്ല സിനിമയാണെങ്കിൽ ജനങ്ങൾ കാണും, മോശം സിനിമയാണെങ്കിൽ കാണില്ല എന്നുള്ളതാണ്. അപ്പോൾ ആ സിനിമ ഇപ്പോൾ തന്നെ 2 പ്രാവശ്യം സെൻസറിങ് കഴിഞ്ഞ സിനിമയാണ്. സെൻസറിങ് കഴിയുന്ന സമയത്ത് എന്തെങ്കിലും പരാതി ഉണ്ടെങ്കിൽ ഈ പറയുന്ന സെൻസർ ബോർഡിന് അത് വെട്ടായിരുന്നല്ലോ, ഒരാൾ പോലും വെട്ടിയില്ല. എന്തുകൊണ്ടാണ് ഇപ്പോൾ വെട്ടാൻ തീരുമാനിച്ചത്? ഇപ്പോൾ വെട്ടാൻ തീരുമാനിക്കുമ്പോൾ ആരുടെയോ ഒരു സമ്മർദ്ദമുണ്ട്. സമ്മർദ്ദമില്ലാതെ ഇത് വെട്ടാൻ തീരുമാനിക്കുമോ? അത് വെട്ടാൻ തീരുമാനിക്കില്ല. ഞാൻ വിചാരിക്കുന്നത് ഇത് വെട്ടാൻ നമ്മുടെ പൃഥ്വിരാജ് തീരുമാനിച്ചാൽ പൃഥ്വിരാജ് പിന്നെ പറഞ്ഞതിൽ എന്തെങ്കിലും അർത്ഥമുണ്ടോ? അപ്പോൾ അത് പൃഥ്വിരാജ് സംവിധാനത്തിൽ നിൽക്കില്ല എന്നുള്ളതാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പം കേരളത്തെ സംബന്ധിച്ചിടത്തോളം, മലയാളിയെ സംബന്ധിച്ചിടത്തോളം, ഈ സിനിമയുടെ പ്രൊഡ്യൂസർമാരെ സംബന്ധിച്ചിടത്തോളം നല്ല കാലമാണ്. കാരണം ഇത്രയധികം ഹൈപ്പ് കിട്ടിയ ഒരു സിനിമ അടുത്ത കാലത്ത് ഇന്ത്യൻ സിനിമയിൽ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. വലിയ രീതിയിലുള്ള ഹൈപ്പ് ഈ സിനിമയ്ക്ക് കിട്ടി. വലിയ രീതിയിലുള്ള ആൾക്കാരുടെ കടന്നുകയറ്റം ഈ സിനിമയിലേക്ക് വന്നു. ഒരു തിയേറ്ററിലും സിനിമയ്ക്ക് ടിക്കറ്റ് ഇല്ല. ഇന്നലെ ടിക്കറ്റ് ഇല്ല, മിനിഞ്ഞാന്ന് ടിക്കറ്റ് ഇല്ല, ഒരാഴ്ചത്തേക്ക് ടിക്കറ്റ് ഇല്ല. ആരെങ്കിലും സാധാരണ രീതിയിൽ ഈ ആദ്യത്തെ തള്ളിക്കയറ്റം ഒരാഴ്ചയോ 2 ആഴ്ചയോ തള്ളിക്കയറ്റം ഒരുപാട് ടിക്കറ്റ് കിടപ്പുണ്ട്. അല്ല, ഒരു മിനിറ്റ്, രാവിലെ 4 മണിക്കൊന്നും അല്ല. ഞാനിപ്പോ എന്റെ ബ്രദറും ക്യാൻസൽ ചെയ്ത 4 ടിക്കറ്റ് എന്റെ കയ്യിലുണ്ട് കേട്ടോ. അതായത് 4 സോഷ്യൽ മീഡിയയിൽ 4 പേര് ഇട്ടതാ. പക്ഷെ 4 ഒരേ ടിക്കറ്റ്. ഞാൻ ഒരു മിനിറ്റ്, ഞാനിപ്പോ ഈ 4 ഒരേ ടിക്കറ്റ് ഇന്ത്യൻ എക്സ്പ്രസ് പറഞ്ഞുപോയി. ഇത്ര ബുദ്ധിയില്ലാത്ത മനുഷ്യനാണോ എന്നുള്ളത്. ഒരു മിനിറ്റ്, ഞാനിപ്പോ എന്റെ ബ്രദറിന്റെ വൈഫും പിള്ളേരും ബ്രദറിന് സിനിമ കാണാൻ വേണ്ടി 1/2 മണിക്കൂർ. അപ്പോൾ എന്നെ വിളിച്ചിട്ട് എടാ ഒരു ടിക്കറ്റ് എന്ന് വെച്ചപ്പോൾ ഞാൻ എവിടെയും പറഞ്ഞില്ല, ഞാൻ വിളിക്കാൻ പോയില്ല ആരെയും. പക്ഷേ നമ്മുടെ സ്റ്റാഫ് ഇരുന്നിട്ട് എല്ലാ സംവിധാനം തപ്പി ഒരു സ്ഥലത്ത് ഒരു ടിക്കറ്റ് പോലും ഇപ്പം ഇല്ല, ഒരു ടിക്കറ്റ് പോലും ഇല്ല. അപ്പം ഈ ടിക്കറ്റ് എന്ന് പറയുന്ന സംവിധാനത്തെ സംഘപരിവാർ സംവിധാനങ്ങളോ അല്ലെങ്കിൽ ഈ സിനിമയെ എതിർക്കുന്ന ആൾക്കാർ ചിലപ്പോൾ പറയുന്നുണ്ടാവും ടിക്കറ്റ് ഇല്ലയെന്ന്. പക്ഷേ ടിക്കറ്റിൻ്റെ അവസ്ഥ അതല്ല, എനിക്ക് നല്ല രീതിയിൽ അറിയാം. കൂടുതൽ പേർ കാണാൻ എത്തി. വിവാദത്തോട് കൂടിയിട്ട് സിനിമ കുറച്ചും കൂടെ പോപ്പുലറായി. ആ പോപ്പുലറായി സിനിമ അടുത്ത കാലത്തേക്കൊന്നും അല്ല, ഞാൻ വിചാരിക്കുന്നത് മലയാള സിനിമ കണ്ടതിൽ വെച്ച് ഏറ്റവും കളക്ഷൻ നേടാൻ പോകുന്ന സിനിമയായിരിക്കും എമ്പുരാൻ എന്നുള്ളതാണ്. പൃഥ്വിരാജിനെ സംബന്ധിച്ചിടത്തോളം എന്താ, പൃഥ്വിരാജിൻ്റെ ശൈലിയിൽ ഏറ്റവും ശ്രദ്ധിക്കപ്പെട്ട സിനിമയായി മാറും ഇത് എന്നുള്ളതാണ്. കാരണം ഇത് പൃഥ്വിരാജ് ഇതിനകത്ത് കത്രി വെച്ച് കഴിഞ്ഞാൽ ഈ പറയുന്ന പൃഥ്വിരാജിൻ്റെ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന് മേലെയുള്ള കത്രി വെക്കലായിരിക്കും. ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്ത് ഒരാൾക്ക് കിട്ടുന്ന ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന് മേലെ കത്തി വെക്കാൻ ഒരാൾക്കും അധികാരമില്ല എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. കാരണം എന്താ, ഇന്ത്യൻ നിയമപ്രകാരം സെൻസർ ചെയ്ത് പുറത്തിറങ്ങിയ സിനിമ എന്ത് കാരണത്തിലാണ് റീസെൻസർ ചെയ്യേണ്ടത്? അതിലും കോടതി വിധിയുടെ അടിസ്ഥാനത്തിലാണോ? ആരുടെ പ്രഷറിന് മേലിലാണ് ഈ റീസെൻസറിങ് നടത്തേണ്ടത്? ഇനി ഈ പൃഥ്വിരാജ് ഏത് അർത്ഥത്തിലാണ് റീഎഡിറ്റ് ചെയ്തിട്ട് റീസബ്മിറ്റ് ചെയ്യേണ്ടത്? ആരെങ്കിലും ഒന്ന് പറയണ്ടേ? ഏതെങ്കിലും രേഖ വന്നിട്ടുണ്ടോ? ഏതെങ്കിലും കോടതി വിധി പറഞ്ഞിട്ടുണ്ടോ? ഏതെങ്കിലും സർക്കാർ ഉത്തരവ് ഇറക്കിയിട്ടുണ്ടോ? ആരുടെ ഭീഷണിയിലും വഴങ്ങിയിട്ടാണ് ഇത് റീസെൻസറിങ് ചെയ്യേണ്ടത്? എന്ത് കാരണത്തിനാണ് റീസെൻസറിങ് ചെയ്യേണ്ടത്? അല്ലെങ്കിൽ ഇനി പറയാം, കോടതിയിൽ ഒരു പെറ്റീഷൻ വന്നോ, ഈ പടം സിനിമ കാണിക്കാൻ പാടില്ല എന്ന് തീരുമാനം എടുത്തു എന്ന് പറയും. അല്ലെങ്കിൽ ഏതെങ്കിലും സർക്കാർ ഉത്തരവ് ഇറക്കിയിട്ടുണ്ടോ? കേന്ദ്ര സർക്കാർ ഉത്തരവ് ഇറക്കിയിട്ടുണ്ടല്ലോ. BJP ഭരിക്കുന്ന സർക്കാരാണല്ലോ, കേന്ദ്ര സർക്കാർ ഉത്തരവ് ഇറക്കിയിട്ടില്ലല്ലോ, കേരള സർക്കാർ ഉത്തരവ് ഇറക്കിയിട്ടില്ലല്ലോ. പിന്നെ ആരെ പേടിച്ചിട്ടാണ് ഇത് റീസെൻസറിങ് ചെയ്യേണ്ടത്? അപ്പോൾ കേരളത്തെ സംബന്ധിച്ചിടത്തോളം, മലയാളിയെ സംബന്ധിച്ചുള്ള അഭിമാനത്തിൻ്റെ നിമിഷമാണ്. കാരണം ഇന്ത്യ കണ്ട ഒരു വലിയ സിനിമയായിട്ട് ഞാൻ ഈ സിനിമയുടെ തുടക്കകാലത്ത് സംസാരിക്കുന്ന സമയത്തൊക്കെ നമുക്ക് ബാഹുബലി പോലെയുള്ള സിനിമ വേണം, മലയാളികൾക്ക് വലിയ രീതിയിലുള്ള പണം കണക്ട് ചെയ്യുന്ന സിനിമകൾ വേണം, 500 കോടിയും 1000 കോടിയും കളക്ട് ചെയ്യുന്ന സിനിമകൾ വേണം എന്ന് പറഞ്ഞപ്പോൾ നമ്മുടെ പ്രൊഡ്യൂസർ അസോസിയേഷൻ വരെ കളിയാക്കിയത് അല്ലേ ഇത് ആന്റണി പെരുമ്പാവൂർ വന്ന് കറക്റ്റ് പറഞ്ഞത് എന്ത്, ഈ സിനിമ രാജ്യം ചർച്ച ചെയ്യുന്ന സിനിമയായിരിക്കും, രാജ്യത്ത് ഏറ്റവും കൂടുതൽ കളക്ട് ചെയ്യാൻ പോകുന്ന സിനിമയായിരിക്കും എന്ന് ആന്റണി പെരുമ്പാവൂരാണ് പറഞ്ഞത്. അന്ന് പ്രൊഡ്യൂസർ അസോസിയേഷൻ്റെ മീറ്റിങ്ങിലടക്കം എന്താണ് പറയുന്നത്, അത് അത്രയൊന്നും ഉണ്ടാവില്ല, ഇങ്ങനെ ചിന്തിക്കാൻ പറ്റുമെന്നുള്ളതല്ല. പൃഥ്വിരാജിൻ്റെ വിഷൻ എന്ന് പറയുന്നത് വലിയ വിഷനാണ്, രാജ്യം ചർച്ച ചെയ്യുന്ന വിഷനാണ്. ആ രാജ്യം ചർച്ച ചെയ്യുന്ന വിഷനിലേക്ക് ഒരു സിനിമ എത്തിച്ചു എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രധാനപ്പെട്ട കാര്യം. അതിൽ പ്രധാനപ്പെട്ട നടനാണല്ലോ മോഹൻലാൽ. സംഘപരിവാറുമായിട്ട് നല്ല രീതിയിൽ ബന്ധം പുലർത്തിയിരുന്ന നടനാണല്ലോ. ഈ പറയുന്ന മലയാളികൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട നടനാണല്ലോ. എല്ലാ സിനിമകളും നല്ല രീതിയിൽ ഇത് മോഹൻലാൽ അഭിനയിച്ച് പൊളിഞ്ഞ സിനിമ
സിനിമകളെ വരെ മോഹൻലാലിനെ നമ്മൾ വ്യക്തിഗത ചെയ്യാൻ ഇറങ്ങി തിരിച്ചിട്ടില്ലല്ലോ, ഒരു കാലത്തും ഇറങ്ങി തിരിച്ചിട്ടില്ല. കാരണം എന്താണ്, അദ്ദേഹം കഴിവിലുള്ള നടനാണെന്നുള്ള രീതിയിലുള്ള നമ്മൾ കണ്ടിട്ടുള്ളത്. ഏറ്റവും വലിയ കാര്യം എന്ന് പറയുന്നത് കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെ സിനിമകൾ വെട്ടാൻ തീരുമാനിച്ചാൽ കേരളത്തിലെ ശൈലി വെച്ചിട്ട് സിനിമ വെട്ടാനേ നേരം ഉണ്ടാവുള്ളൂ. മനസ്സിലായോ? എല്ലാത്തിലും ഈ രാഷ്ട്രീയമായിട്ടുള്ള കാര്യങ്ങൾ പറയുന്നുണ്ടല്ലോ. എത്ര സിനിമകൾ നമ്മൾ കണ്ടിട്ടുണ്ട്, രാഷ്ട്രീയ വിശകലനം ചെയ്യുന്ന സിനിമകൾ കണ്ടിട്ടുണ്ട്, രാഷ്ട്രീയമായിട്ട് നടന്ന കാര്യങ്ങൾ ചർച്ച ചെയ്യുന്ന സിനിമ കണ്ടിട്ടുണ്ട്. ഏതെങ്കിലും സിനിമ നമ്മൾ ഇതുവരെ വെട്ടിയിട്ടുണ്ടോ? മലയാള കേരള സ്റ്റോറി എന്ന് പറയുന്ന സിനിമയുണ്ട്, എന്തേ വെട്ടാതിരുന്നത്? കേരള സ്റ്റോറി എന്ന് പറയുന്ന സിനിമ കേരളത്തിൽ ഓടിയല്ലോ, ആ സമയത്ത് വെട്ടിയത് കണ്ടില്ലല്ലോ. അപ്പം അങ്ങനെയാണ് ഈ വെട്ടിക്കളഞ്ഞ പോലെയായിരുന്നു ആ സമയത്ത്. അപ്പോൾ സ്വന്തം ആവശ്യങ്ങൾക്ക് വേണ്ടി ഈ സംവിധാനങ്ങളെ യൂസ് ചെയ്യുക എന്ന് പറയുന്ന ശൈലിയിലേക്ക് മാറാൻ നിൽക്കരുത്. സിനിമ എന്ന് പറയുന്നത് ഒരു കാണണ്ടാന്നേ, എന്തിനാ ഇപ്പോൾ തിയേറ്ററിൽ പോയി കാണുന്നത്? വേണ്ടെങ്കിൽ വേണ്ട. മനസ്സിലായോ? BJP സംബന്ധിച്ചിടത്തോളം ഞാൻ അങ്ങനെ ഒരു നിലപാട് BJP എടുക്കുമെന്ന് വിചാരിക്കുന്നില്ല. ഞാനിപ്പം രാജീവ് ചന്ദ്രശേഖർ BJPൻ്റെ സംസ്ഥാന അധ്യക്ഷനായി വന്ന ആളാണ്. അദ്ദേഹം എടുത്ത നിലപാട് എന്താണ്? സിനിമ കാണാം എന്നുള്ള നിലപാടാണ്. മുൻ അധ്യക്ഷൻ K. സുരേന്ദ്രൻ പറഞ്ഞ എന്താണ്? സിനിമ കാണാം എന്നുള്ള നിലപാട് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം അതിൻ്റെ അകത്ത് സിനിമ കാണണം. പിന്നെ ഞാൻ വിചാരിക്കുന്നത് അറിയോ, ഇതിൽ അഭിപ്രായം പറയുന്ന പല ആൾക്കാരും ടിക്കറ്റ് പോസ്റ്റ് ചെയ്തിട്ടാണ് അഭിപ്രായം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കണ്ടിട്ടില്ല, കാണുന്നതിന് മുന്നേ തന്നെ അഭിപ്രായം പറഞ്ഞു തുടങ്ങി. അതിന് കാരണം എന്താ? അത് ടിക്കറ്റ് പോസ്റ്റ് ചെയ്തിട്ടാണ് പറയുന്നത് ഞാനിനി കാണുന്നില്ല എന്ന് പറഞ്ഞിട്ട് സിനിമ മോശമാണെന്ന് പറയുക. അപ്പോൾ എന്താ, ആരുടെയോ പറഞ്ഞു കൊടുത്തിരിക്കുന്ന ഒരു സംവിധാനത്തിൻ്റെ പുറകെ പോവുകയാണ്. അതങ്ങനെയല്ലല്ലോ ഒരു സംവിധാനത്തെ ചെയ്യേണ്ടത്. സിനിമയെ കാണുന്നത് സിനിമയുടെ ശൈലിയിലായിരിക്കണം. അത് നല്ല രീതിയിലുള്ള സിനിമയാണെങ്കിൽ നല്ല രീതിയിൽ പറയണം, മോശം സിനിമയാണ് നമ്മൾ പറഞ്ഞിട്ടുണ്ടല്ലോ. എത്ര സിനിമ പൊളിഞ്ഞ സിനിമ നമ്മൾ പറഞ്ഞിട്ടുണ്ട്, പൊളിഞ്ഞ സിനിമ നമുക്ക് ഇഷ്ടപ്പെടുന്നില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്, നമ്മൾ കാണാതെ വരുന്നിട്ടുണ്ട്. അതല്ലേ? അപ്പം അങ്ങനെയല്ലല്ലോ. പിന്നെ ഏറ്റവും കൂടുതൽ പ്രശ്നങ്ങൾ നേരിടുന്ന സ്ഥലം എവിടെയെന്നറിയോ? ലീക്ക് ചെയ്യും സിനിമ, ലീക്ക് ചെയ്ത് ഓൺലൈനിൽ കൂടും. അതുകൊണ്ടാണ് എല്ലാ സിനിമയും ഇപ്പം പ്രതിസന്ധി നേരിടുന്നത്. ഒരു സിനിമയാണെങ്കിൽ 2 ദിവസം കൊണ്ടോ 3 ദിവസം കൊണ്ടോ ഇത് ഓൺലൈനിലാവും, ഇൻസ്റ്റാഗ്രാം മറ്റെന്താണ് ഈ പറഞ്ഞ സോഷ്യൽ മീഡിയയിൽ കൂടെ പുറത്ത് വരും, ആൾക്കാർ വീട്ടിലിരുന്ന് മൊബൈൽ കാണും. ഈ സിനിമയ്ക്ക് അങ്ങനെ ഒരു പ്രത്യേകത ഉണ്ട്. തിയേറ്റർ പ്രിന്റ് വരെ പുറത്ത് വന്നിട്ടും ആൾക്കാർ തിയേറ്ററിലേക്ക് ഓടുക. എന്തുകൊണ്ടെന്നറിയോ? അത് സിനിമ തിയേറ്ററിൽ കാണുന്നുള്ള മൈൻഡ് സെറ്റ് മനസ്സിലേക്ക് വന്നു എന്നുള്ളതാണ്, വലിയ രീതിയിൽ മനസ്സിലേക്ക് വന്നു എന്നുള്ളതാണ്. അപ്പം ഇത് റീ എഡിറ്റ് ചെയ്താൽ പിന്നെ ഈ സിനിമ ഇല്ല എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. ആ സിനിമ ഇറക്കി അത് തിയേറ്ററിൽ വന്നു, ഒരു പരിധിയിലെ ജനങ്ങൾ മുണ്ട് കണ്ടതിന് ശേഷം അത് റീ എഡിറ്റ് ചെയ്ത് അത് പിന്നീട് ജനങ്ങളിലേക്ക് എത്തുകയാണെങ്കിൽ ആ സിനിമ കാണാതിരിക്കുകയാണ് നല്ലതെന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. ഒരു കാരണവശാലും ഇതിൻ്റെ പ്രൊഡ്യൂസർമാരായാലും ഇതിൻ്റെ ഡയറക്ടർമാരായാലും ഒരു കാരണവശാലും ഭീഷണിക്ക് വളർന്നി. ഇത് നിങ്ങൾ കോടതിയിൽ പോട്ടെ. കേരളം, ഇന്ത്യ നമ്മൾ അവസാനം ചെല്ലുന്ന സ്ഥലം എവിടെയാണ്? കോടതിയാണല്ലോ. കോടതി കണ്ടതിന് ശേഷം തീരുമാനം എടുക്കട്ടെ. കോടതി കണ്ടതിന് ശേഷം പറയുകയാണ് ഇത് റീ എഡിറ്റ് ചെയ്യണം. ഈ രീതിയിൽ സുപ്രീം കോടതി അഭിപ്രായ സ്വാതന്ത്ര്യത്തിന്റെ കാര്യത്തിൽ ഇന്നലെ ഒരു വിധി പറഞ്ഞിട്ടേ ഉള്ളൂ. കനാൽ കുമരയുടെ കാര്യത്തിലും പ്രതാപ് ഗഡിയുടെ കാര്യത്തിലും വളരെ ശ്രദ്ധേയമായ വിധികളാണ്. ഈ രാജ്യം അഭിപ്രായ സ്വാതന്ത്ര്യത്തെ എന്തുകൊണ്ട് മാനിക്കുന്നില്ല? 75 വർഷം റിപ്പബ്ലിക് ആയതിനു ശേഷവും പോലീസിനത് മനസ്സിലാക്കുന്നില്ലേ? ഒരു കവിത ചൊല്ലിയാൽ ഈ രാജ്യത്ത് എങ്ങനെയാണ് ഭിന്നിപ്പുണ്ടാകുക എന്നാണ് ചോദിച്ചത്. ശ്രദ്ധേയമായ ചോദ്യമാണ്. കോടതി ഇപ്പോൾ തീരുമാനിക്കട്ടെ. ഈ സിനിമേൻ്റെ മേലെ ഇത് സിനിമ ടെലികാസ്റ്റ് ചെയ്യണമെങ്കിൽ, റിലീസ് ചെയ്യണമെങ്കിൽ ഇതിൻ്റെ അകത്ത് ഈ ഭാഗങ്ങൾ വെട്ടി തിരുത്തണം എന്ന് പറഞ്ഞാൽ അത് കോടതി പറയട്ടെ. അതൊരു പ്രസ്ഥാനം പറഞ്ഞിട്ടോ ഒരു നേതൃത്വം പറഞ്ഞതിന് മേലോ ചെയ്യരുതെന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. മലയാളികളെ സംബന്ധിച്ചിടത്തോളം കേരളം കണ്ടതിൽ വെച്ച് ഏറ്റവും നല്ല സിനിമയായി, ഏറ്റവും കളക്ഷൻ നേടുന്ന സിനിമയായി ഇത് മാറും എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. Meet the editors.